എം ടിയിൽ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ? ആക്ടിവിസ്റ്റുകളായ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും നമുക്ക് ധാരാളമായി ഉണ്ടായിരുന്നു. എം ടിയിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ ഉയരാം. ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അത് വളരെ ക്രൂഷ്യലായ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ ആക്ടിവിസ്റ്റിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏതാണ്ട് 3 പതിറ്റാണ്ട് മുമ്പ് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോവിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള ഒരു നീക്കം നടന്ന സമയത്തിന് കേരളം ഒന്നാകെ പ്രതിഷേധിച്ചിരുന്നു. അക്കാലത്ത് 1992 നവംബർ ആദ്യ വാരത്തിൽ അവിടെ പെരിങ്ങോമിൽ നിന്ന് കണ്ണൂരിലേക്ക് ഒരു മാർച്ച് നടന്നിരുന്നു. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഗതകുമാരി പങ്കെടുത്തു, അതുപോലെ തന്നെ പൗലോസ് പങ്കെടുത്തു, സുകുമാർ അഴീക്കോട് പങ്കെടുത്തു. അവർക്കൊപ്പം മുൻനിരയിൽ എം ടിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വളരെ ക്രൂഷ്യലായ, ഒരുപക്ഷെ നമ്മുടെ നാടിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നടപടിയിൽ നീങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇത് ചില ഘട്ടങ്ങളിലെങ്കിലും എം ടിയിലെ ആക്ടിവിസ്റ്റിനെ ഇതുപോലെ നമ്മൾ പുറത്ത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഉള്ളിൽ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് എം ടിയിൽ നമുക്ക് കാണാം എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും എം ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ മണിക്കൂറുകൾ, നേരത്തെ സെയ്ഫ് തന്നെ പറഞ്ഞതുപോലെ, അദ്ദേഹമില്ലാത്ത ഒരു പകലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ പകൽ, എം ടി നമ്മോടൊപ്പം ഇല്ലാത്ത ആദ്യത്തെ പകൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഓർക്കേണ്ടത് 2004 ഒരു സുനാമി വന്ന ഒരു ദിവസം കൂടിയായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഓർക്കുമ്പോൾ ആ സുനാമി വന്ന അതേ നാളിൽ എം ടിയെ നമ്മൾ യാത്രയാക്കുകയാണ്. മറ്റൊരു എന്താ പറയുക, കാലം വന്ന്, ഒരു കാലത്തിൻ്റെ ഒരു സുനാമി വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെയ്ഫു. തീർച്ചയായും പ്രമോദ, മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള രംഗപ്രവേശമായിരുന്നു. എണ്ണം കുറഞ്ഞ നോവലുകളെ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ, പക്ഷെ എല്ലാം എണ്ണം പറഞ്ഞവയായിരുന്നു. അത് വായിച്ചു തീർത്ത് ആസ്വദിച്ച് അനുഭവിച്ച തലമുറകളുണ്ട്. ഇനിയും എത്രയോ തലമുറകൾ ആ നോവലുകളൊക്കെ വായിക്കാനിരിക്കുന്നു. പക്ഷേ 8ഓളം നോവലുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കുറച്ചെണ്ണമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് ഒരു പക്ഷേ മുറപ്പെണ്ണിൽ നിന്ന് തുടങ്ങുകയാണ് സിനിമയ്ക്കൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര. പക്ഷെ 50കൾക്ക് ശേഷം സിനിമ ഒരു ജനകീയ കലയായി മാറുന്നതിൻ്റെ ഒരു മാറ്റം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ സിനിമയ്ക്കുണ്ടാവുന്ന വലിയ സ്വീകാര്യത അദ്ദേഹം തിരിച്ചറിയുന്നു. കുറെ കൂടി ആ കലാരൂപത്തിനൊപ്പം സഞ്ചരിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കാണണം. സിനിമയിലും വലിയ നേട്ടങ്ങളും വലിയ ഉത്തുംഗ ശൃംഗങ്ങളും കീഴടക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ 1986 അദ്ദേഹം 2ാം ഊഴം എഴുതുന്നത്. പിന്നെ 2002 വാരാണസി എഴുതിയെങ്കിൽ കൂടിയും വാരാണസി അത്രമേൽ ആഘോഷിക്കപ്പെട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. 2ാം ഊഴത്തിന് ശേഷം കുറെ കൂടി ഒരു 2ാം ഊഴം പോലെ, അല്ലെങ്കിൽ 4 കെട്ട് പോലെ, കാലം പോലെ ഒരു വലിയ നോവൽ അനുവാചകർ, വായനക്കാർ പ്രതീക്ഷിച്ചിരുന്നു എം ടിയിൽ നിന്ന്.